അഭിനവ ജീവിതത്തിൽ നാടകം വേണം, നാടകീയത വേണം, അഭിനയം അല്പസ്വല്പം അറിഞ്ഞിരിക്കണം. സ്വപ്നങ്ങൾക്കും സങ്കല്പങ്ങൾക്കും ചിറക് നൽകി ഒപ്പം പറക്കാൻ കഴിയുന്നവരാണ് കഥകൾ വായിച്ച് കൽപ്പനകൾ നെയ്തിരുന്ന നമ്മുടെ തലമുറ. നിങ്ങളുടെ മുന്നിലിതാ അവിചാരിതമായി എത്തിപ്പെടുന്ന ചില സ്വർഗീയ കഥാപാത്രങ്ങൾ, ഒപ്പം പച്ച മനുഷ്യരും. 2 രംഗങ്ങളിലായി ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഈ നൃത്തശില്പം കാണൂ, ആസ്വദിക്കൂ, ആശീർവദിക്കൂ. പ്രാർത്ഥനകളോടെ ഇതാ നാടകീയം.
എന്റെ ലോകത്തിൽ നോക്കും ഒരു മഹർഷി പലരും മക്കളായിരിക്കുന്നതല്ലോ. എന്ത് തേജസ്സാണോ മുഖത്തില്? അതെ അതെ, കരിഞ്ഞത് അവസാനം തോന്നുന്നു. ഈ കലിയുഗത്തില് അതിന് തപസ്സനുഷ്ഠിക്കുന്ന മഹർഷികളെ നമുക്ക് ഒരു പരീക്ഷണമായിട്ട് നോക്കിയാലോ? എന്ത് പരീക്ഷണം? നമ്മൾ ആർക്കാണ് ഇദ്ദേഹത്തെ തപസ്സിൽ നിന്ന് ഉണർത്താൻ കഴിയുക എന്നത് തന്നെ. നമ്മുടെ ആഗ്രഹപ്രകാരം ഭൂമിയിലേക്കൊന്ന് വന്നു പോകാൻ അനുവാദം തന്നപ്പോൾ ദേവേന്ദ്രൻ ഒന്ന് ഓർമ്മിപ്പിച്ചിരുന്നു. എന്ത്? ഇത്തരം കുരുക്കുകൾ ചാടുന്നത് തന്നെ. അതിനെന്താ? നമുക്ക് എപ്പോൾ വേണമെങ്കിലും അദൃശ്യരാകാനുള്ള മന്ത്രമോ അദ്ദേഹം ഉപദേശിച്ചു തന്നിട്ടില്ലേ? നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാമോ? ആദ്യം നോക്കട്ടെ. ശരി ശരി, ഞാൻ ആദ്യം പോയാൽ പിന്നെ നിങ്ങൾക്ക് അവസരം ലഭിക്കുമോ ഉണ്ടോ? പരാജയപ്പെട്ടു. ഈ എന്റെ മുഖമാണല്ലോ. ഈ മഹർഷി ആധുനികൻ ആണെന്ന് തോന്നുന്നു. പഴയ പാട്ടുകളൊന്നും മനസ്സില്ല. സ്വാമി ഒന്ന് ഇളക്കാൻ എന്താ വഴി? എത്തിപ്പോയി.
வேணாண்டி அமரப்பாவா, வாங்காத என்னோட சாபம். வேணாண்டி அமரப்பாவா, வாங்காத என்னோட சாபம். கரையாது என்ற அடியே, இறங்காது பாய்மரக் கொடியே. வேணாண்டி அமரப்பாவா, வாங்காத என்னோட சாபம்.